ഹലോ ഗൈസ്, വെൽക്കം ടു ദ വീഡിയോ. എൻ്റെ പേര് റാഷി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിമോത്തി ട്രെഡ്വെൽ എന്ന് പറയുന്ന തന്നെ ഗ്രിസ്ലി മാൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയുടെ സംഭവബഹുലമായ ജീവിതത്തെക്കുറിച്ചും അയാളുടെ ജീവിതത്തിൽ നടന്ന ചില ട്രാജിക് ഇൻസിഡൻസിനെ കുറിച്ചുമാണ്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തിമോത്തി ഒരു വൈൽഡ് ലൈഫ് റിസർച്ചർ അല്ല. തൻ്റെ ജീവിതം അലാസ്കയിലെ ഗ്രിസ്ലി ബിയറുകളെ സംരക്ഷിക്കാനായിട്ട് ഒഴിഞ്ഞു വെച്ചൊരു വ്യക്തിയാണ് തിമോത്തി ട്രെഡ്വെൽ. ഗൈസ്, ഇതൊരിക്കലും ഒരു ഫീൽ ഗുഡ് വീഡിയോ അല്ല. അയാളുടെ ജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് ട്രാജഡികൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. സോ നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക ആൻഡ് ലെറ്റ്സ് ഡൈവ് ഇൻടു ദ ടോപ്പിക്. ആരായിരുന്നു മിസ്റ്റർ തിമോത്തി ട്രെഡ്വെൽ? 1957 അമേരിക്കയിലെ ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിലാണ് തിമോത്തി ജനിക്കുന്നത്. ചെറുപ്പം മുതലേ അനിമൽസിനെയൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ആളായിരുന്നു തിമോത്തി. പക്ഷേ തൻ്റെ യുവത്വത്തിൽ ഇയാൾ ആൽക്കഹോളിനും ഡ്രഗ്സും ഒക്കെ അഡിക്റ്റ് ആയിട്ട് മാറുകയായിരുന്നു. ജീവിതത്തിൻ്റെ ടോട്ടൽ ഡിറക്ഷൻ തന്നെ ലോസ്റ്റ് ആയിപ്പോയിട്ടുള്ള ഒരവസ്ഥ. അങ്ങനെ 1980 അലാസ്കയിലേക്ക് ഇയാൾ ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിക്കുകയാണ്. അവിടെ വെച്ച് തിമോത്തിയുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ആ ട്രിപ്പ് പോയി തിരിച്ചു വരുന്ന തിമോത്തി ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ചില തീരുമാനങ്ങളുമായിട്ടാണ് മടങ്ങി വന്നത്. അയാൾ ഈ ഗ്രിസ്ലി ബിയറുകളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നും അവരെ കൺസർവ് ചെയ്യാനായിട്ട് തൻ്റെതായിട്ടുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെയുള്ള ഒരു വലിയ മാസ്റ്റർ പ്ലാനുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഇയാൾ തുടർന്ന് അങ്ങോട്ട് 13 വർഷം അടുപ്പിച്ച് കാറ്റ്മൈ നാഷണൽ പാർക്കിലേക്ക് സമ്മറിൽ പോവുകയും അവിടെ മാസങ്ങളോളം ക്യാമ്പ് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇയാൾ ഓരോ കരടികളെ കുറിച്ച് പഠിക്കുവാനും അവിടെയുള്ള കാണുന്ന ഓരോ കരടികൾക്ക് തൻ്റെതായിട്ടുള്ള രീതിയിൽ പേര് കൊടുക്കുവാനും അവരെക്കുറിച്ച് നോട്ട്സ് എഴുതുവാനും വിഷ്വൽസ് റെക്കോർഡ് ചെയ്യാനും ഒക്കെ തുടങ്ങുകയായിരുന്നു. പല സമയത്തും ഇയാൾ കരടികൾക്ക് അടുത്ത് പോയിട്ട് ക്യാമ്പ് സൈറ്റ് നിർമ്മിച്ചിട്ട് അവിടെ താമസിക്കുക വരെ ചെയ്യുമായിരുന്നു. അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഇയാൾ കരടികളെ ടച്ച് ചെയ്തതായിട്ടുള്ള വിഷ്വൽസ് വരെ റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾ ഈ 13 വർഷത്തിനിടയിൽ ഇടപഴകിയ കരടികൾക്കൊക്കെ ഇയാളുമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടെന്നും ഇവരൊക്കെ അയാൾ ഇവരുടെ ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നതെന്നൊക്കെയാണ് നമ്മുടെ പാവം തിമോത്തി ധരിച്ചിരുന്നത്. ഓരോ കരടികൾക്കും മിസ്റ്റർ ചോക്ലേറ്റ്, അതുപോലെ ഫാറ്റ് ബോയ്, സ്പിരിറ്റ് എന്നൊക്കെ ഈ തിമോത്തി പേര് കൊടുത്തതായിട്ടൊക്കെ അയാളുടെ വിഷ്വൽസിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിമോത്തിയുടെ ഈ രീതികളൊന്നും ശരിയില്ല എന്നും അപെക്സ് പ്രെഡേറ്റേഴ്സ് ആയിട്ടുള്ള ഗ്രിസ്ലി ബിയർസിന്റെ കൂടെ നിൽക്കുന്നത് ഈസ് നോട്ട് എ ഗുഡ് ഐഡിയ എന്നൊക്കെ അന്നത്തെ സയന്റിസ്റ്റുകളും ഈ വിഷ്വൽസ് കണ്ട ആളുകളൊക്കെ തിമോത്തിയെ വാൺ ചെയ്തിരുന്നു. പക്ഷേ കരടികൾ തന്നെ ഒന്നും ചെയ്യില്ല. അവർ തന്നെ ലൈക്ക് ആ നേച്ചറിനകത്തുള്ള വേറെ ഒരു ജീവിയെ പോലെയാണ് കാണുന്നതെന്നും ദേ ആർ ടു ഫ്രണ്ട്ലി എന്നൊക്കെയാണ് തിമോത്തി വാദങ്ങൾ ഉന്നയിച്ചിരുന്നത്. തിമോത്തി ഇത്രയും കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അമേരിക്കയിലെ ഒരു വിഭാഗം ആളുകൾ ഇയാളെ ഗ്രിസ്ലി മാൻ എന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിമോത്തി തന്നെയാണ് അയാളെ ഗ്രിസ്ലി മാൻ എന്ന് ആദ്യം വിളിക്കുന്നത്. പക്ഷെ പിന്നീട് അത് ഒരുപാട് പേര് ഏറ്റെടുക്കുകയും കുട്ടികൾക്കിടയിലും ടീനേജേഴ്സിന്റെ ഇടയിലൊക്കെ ഇയാൾ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു കാലഘട്ടങ്ങളിൽ. പ്രകൃതിയുടെ ഈ റൂൾസ് മനുഷ്യന്മാർ ലംഘിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇഫ് യു പുഷ് ദാറ്റ് ടു എ ലിമിറ്റ്, ഇതിന്റെ കോൺസിക്വൻസസ് ഉണ്ടാവുമെന്ന് വാൺ ചെയ്ത പോലെ തന്നെ 2003 ഇതിന്റെ കോൺസിക്വൻസസ് ഒക്കെ നമ്മുടെ തിമോത്തി ഏറ്റുവാങ്ങിയാണ് ഉണ്ടായത്. പക്ഷേ നമ്മുടെ തിമോത്തിക്ക് ഒറ്റയ്ക്കല്ല പണി കിട്ടുന്നത്. തിമോത്തി 13ാമത്തെ സമ്മറിൽ ഈ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നത് കേട്ടിട്ട് തിമോത്തിയുടെ ഗേൾ ഫ്രണ്ട് എന്നും ഫ്രണ്ട് എന്നൊക്കെ പല രീതിയിൽ പറയുന്നുണ്ട്. തിമോത്തിയുടെ ഫ്രണ്ട് എന്ന് നമുക്ക് പറയാം. തിമോത്തിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള എമി ഒഗ്വാഡ് എന്ന് പറയുന്ന ഒരു സ്ത്രീ കൂടി തിമോത്തിയുടെ കൂടെ പോകുന്നുണ്ട്. പുള്ളിക്കാരിയും ആ സമ്മർ മുഴുവൻ തിമോത്തിയുടെ കൂടെ ക്യാമ്പ് ചെയ്ത് അലാസ്കയിലെ ഈ കാറ്റ്മൈ നാഷണൽ പാർക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിലൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഈ അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് തിമോത്തിയുടെ കൂടെ എമി കൂടി ഉണ്ടായിരുന്നു. ഈ കാറ്റ്മൈ നാഷണൽ പാർക്കിൽ ഇതുപോലെ ഒരുപാട് പേര് ക്യാമ്പ് ചെയ്യാനൊക്കെ വരും സമ്മർ ആകുമ്പോൾ. പക്ഷെ അവിടുത്തെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് ക്യാമ്പ് ചെയ്യാൻ വരുന്ന ആളുകളെല്ലാം അവിടുന്ന് സ്ഥലം കാലിയാക്കണം. കാരണം ഒക്ടോബർ അവസാനത്തോടു കൂടി അവിടെയുള്ള ഗ്രിസ്ലി ബിയർസ് എല്ലാം ഹൈബർനേഷന് പോകും. ഹൈബർനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി അറിയുന്നവർക്കാരായിരിക്കും. കരടികൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് അവർ ഈ വിന്റർ കാലം മുഴുവൻ ഗുഹക്കകത്തോ അല്ലെങ്കിൽ മരപ്പൊത്തിലൊക്കെ കിടന്ന് ഉറങ്ങുന്ന ഒരു സമയമാണ്. ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് കരടികൾ കിട്ടുന്ന അത്രയും ഭക്ഷണം കഴിച്ച് തടി കൊഴുപ്പിച്ച് ഫുൾ ഫാറ്റ് സ്റ്റോർ ചെയ്തിട്ടാണ് ഹൈബർനേഷന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയങ്ങളിൽ കരടികൾ എന്തിനേയും ആക്രമിക്കും, കയ്യിൽ കിട്ടുന്ന എന്തിനേയും തിന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വിഷയമാകരുത്, ഈ മനുഷ്യന്മാരുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് ഇത് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു റൂള് അവിടുത്തെ റേഞ്ചേഴ്സും കാറ്റ്മൈ നാഷണൽ പാർക്ക് അതോറിറ്റീസും ഒക്കെ വെച്ചിരുന്നത്. പക്ഷേ വേറെ പല റീസൺസ് കൊണ്ടും നമ്മുടെ തിമോത്തിയും എമിയും സെപ്റ്റംബറിന് മുൻപേ അവിടുന്ന് ക്യാമ്പ് പാക്ക് ചെയ്ത് തിരിച്ചു പോകാൻ റെഡി ആവുന്നില്ല. പല കാരണങ്ങൾ ഇതിന് പറയുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ്സ്, കാലിഫോർണിയയിലേക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സ് അധികമായതുകൊണ്ടായിരുന്നു. പിന്നെ തിമോത്തി ഭാഗ്യപരീക്ഷണം നടത്തുകയായിരുന്നു, ഹി വാസ് പുഷിംഗ് ടു ഹിസ് ലിമിറ്റ്സ് എന്നൊക്കെ പല ആളുകൾ പല രീതിയിൽ പറയുന്നുണ്ട്. എനിഹൗ അവർ സെപ്റ്റംബറിൽ അവിടുന്ന് പോകുന്നില്ല. ഒക്ടോബർ വരെ നിൽക്കാൻ വേണ്ടിയിട്ട് തിമോത്തിയും ഗേൾ ഫ്രണ്ടും കൂടി പ്ലാൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ ക്യാമ്പ് ചെയ്യുന്ന ആളുകളെല്ലാം ക്യാമ്പിന്റെ ചുറ്റും, അവർ ക്യാമ്പ് ചെയ്യുന്നതിന്റെ ചുറ്റും ഇലക്ട്രിക് ഫെൻസ് വെച്ചിട്ട് കവർ ചെയ്യാറുണ്ട്. അതായത് രാത്രി കിടന്നുറങ്ങുന്ന സമയത്തും റെസ്റ്റ് ചെയ്യുന്ന സമയത്തും ബിയേഴ്സ് ഒന്നും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്.
പക്ഷേ തിമോത്തി ഈ ഒരു മോറൽ വാല്യൂസ് ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അതായത് ബേഴ്സിനെ നമ്മൾ ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ പുള്ളിയുടെ വിശ്വാസപ്രകാരം കരടികൾ അയാൾ അറ്റാക്ക് ചെയ്യില്ല എന്നുള്ളതാണല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ തിമോത്തി ഇതുപോലെ ഇലക്ട്രിക് ഫെൻസ് ഒന്നും ക്യാമ്പിന്റെ ചുറ്റും സെറ്റ് ചെയ്തിരുന്നില്ല. ഈ ട്രാജിക് ഇൻസിഡന്റ് നടക്കുന്ന സമയം ഇവരുടെ ക്യാമ്പ് സെറ്റ് ചെയ്തിരുന്നത് ഗ്രിസ്ലി മെയ്സ് എന്ന് തിമോത്തി തന്നെ പേരിട്ട് വിളിച്ചിരുന്ന ഒരു പ്രത്യേക ലൊക്കേഷനിലാണ്. ഇത് ഒരു വാലി പോലെയാണ്, അതിന്റെ സൈഡിൽ ഒരു റിവറുണ്ട്. ഈ സാൽമൺ ഫിഷ് മൈഗ്രേറ്റ് ചെയ്ത സമയമാണ് സെപ്റ്റംബർ മാസം, ഒക്ടോബർ മാസം ഒക്കെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കരടികളും ഭയങ്കര ഹംഗ്രി ആയിരിക്കും ഹൈബർനേഷന് പോകേണ്ടതുകൊണ്ട്. അതുപോലെ തന്നെ ഈ റിവറിന്റെ സൈഡിലായിരിക്കും അധിക പേരും ഉണ്ടാകുന്നത്. ബിക്കോസ് സാൽമൺസിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആയിരിക്കും കരടികളെല്ലാം ഉണ്ടായിരുന്നത്. ഇതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ തിമോത്തി ക്യാമ്പ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാർക്കിന്റെ റൂൾസ് പ്രകാരം 5 ദിവസത്തിൽ കൂടുതൽ ഒരു ക്യാമ്പ് സൈറ്റ് ഒരു സ്ഥലത്ത് വെക്കാൻ പാടില്ല. അത് കഴിയുമ്പോഴത്തേക്ക് ക്യാമ്പ് സൈറ്റ് അവിടെ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ക്യാമ്പ് ചെയ്യണമെന്നാണ് റൂൾസ്. ഈ റൂൾസ് ഒന്നും മൈൻഡ് ചെയ്യാതെ, ഇലക്ട്രിക് ഫെൻസും സെറ്റ് ചെയ്യാതെ നമ്മുടെ തിമോത്തിയും എബിയും കൂടി ക്യാമ്പ് സെറ്റ് ചെയ്യുന്നത് ഈ റിവറിന്റെ അടുത്ത് ഗ്രിസ്ലി മേസിലെ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്പോട്ടിലാണ്. ഈ ഗ്രിസ്ലി മേസിലുള്ള ക്യാമ്പിൽ നിൽക്കുന്ന സമയത്ത് ബെയർ നമ്പർ 141 എന്ന് റേഞ്ചേഴ്സ് വിളിക്കുന്ന കൂട്ടത്തിൽ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബെയർ എന്ന് തിമോത്തി തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കരടി ഇവരെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് എന്നും അത് അഗ്രസീവ് ആയിട്ടുള്ള ക്യാരക്ടർ കാണിക്കുന്നുണ്ട് എന്നൊക്കെ തിമോത്തി തന്റെ കൂട്ടുകാരനെ ഒക്ടോബർ 5-ാം തീയതി വിളിച്ചിട്ട് പറയുന്നുണ്ട്. അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം ഹെലികോപ്റ്റർ അയക്കണം എന്നൊക്കെ തിമോത്തി ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ തൊട്ട് അടുത്ത ദിവസം ഒക്ടോബർ 6-ാം തീയതി ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ അവിടെ എത്തുകയാണ്. ഇവരുടെ പിക്കപ്പ് ലൊക്കേഷനിൽ നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ലാത്തത് കൊണ്ട് ഈ ഹെലികോപ്റ്ററിന്റെ ഓടിച്ചുകൊണ്ടിരുന്ന പൈലറ്റ് ഈ ഏരിയ ഒന്ന് സെർച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഗ്രിസ്ലി മേസിലെ ഈ വൾണറബിൾ ആയിട്ടുള്ള സ്പോട്ടിൽ ഇവരുടെ ടെന്റിന്റെ ചില അവശിഷ്ടങ്ങൾ ഇയാൾ കാണുന്നത്. അങ്ങനെ റേഞ്ചേഴ്സിനെ വിളിച്ചു വരുത്തുകയും ഇവർ സെർച്ച് ചെയ്യുകയും ചെയ്തപ്പോൾ ഇവരുടെ, അതായത് തിമോത്തിയുടെയും എമിയുടെയൊക്കെ പാതി ഭക്ഷിച്ച ശരീരമാണ് ഇവർക്ക് കിട്ടുന്നത്. തുടർന്ന് ഇവർ ആ ഏരിയ സെർച്ച് ചെയ്യുമ്പോൾ ഈ ബെയർ നമ്പർ 141 ഈ പരിസരത്ത് തന്നെ നിൽക്കുന്നതായിട്ട് ഇവർക്ക് കാണാനും പറ്റുന്നു. ഇതിൽ ഈവൻ സങ്കടകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ ഈ ബെയർ അറ്റാക്ക് ചെയ്യുന്നതെല്ലാം ഇവരുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇവർ വിഷ്വൽസ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ ബെയർ അറ്റാക്ക് ചെയ്യുന്നതും ഈ ഇൻസിഡന്റ് നടക്കുന്നതും. ഇതെല്ലാം ക്യാമറയിൽ റെക്കോർഡ് ആയിട്ടുണ്ട്. പക്ഷേ ക്യാമറയുടെ ലെൻസിന്റെ മേലെ ക്യാപ്പ് ഉള്ളത് കൊണ്ട് വിഷ്വൽസ് റെക്കോർഡ് ആയിട്ടില്ല. പക്ഷേ ഓഡിയോ 6 മിനിറ്റോളം, 6 മിനിറ്റ് 7 മിനിറ്റ് എന്നെല്ലാം പറയുന്നുണ്ട്. അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ഫുൾ ഓഡിയോ ഇതിന്റെ റെക്കോർഡ് ആയിട്ടുണ്ട്. ആദ്യം തിമോത്തിയെ ബെയർ അറ്റാക്ക് ചെയ്തു, പിന്നെ എമിയോ ഗുവാഡിനെ അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പഠിച്ച ആളുകൾ പിന്നീട് പറയുന്നത്. തുടർന്ന് ഈ റേഞ്ചേഴ്സും അവിടെയുള്ള ആളുകളെല്ലാം ചേർന്ന് ഈ ബെയർ 141-നെ ട്രാക്ക് ചെയ്യുകയും ആ ബെയറിനെ അവർ ഹണ്ട് ഡൗൺ ചെയ്ത്, ഷോട്ട് ചെയ്ത് കൊല്ലുകയും അതിൻ്റെ വയറ് കീറി പരിശോധിച്ചപ്പോൾ ഇവരുടെ ബോഡി പാർട്സ് ഒക്കെ റിക്കവർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രാവശ്യം മാനീറ്റർ ആയതുകൊണ്ടായിരിക്കാം ഈ ബെയറിനെ അവർ കൊല്ലുന്നത്. അതായത് ടേസ്റ്റ് ഒരു പ്രാവശ്യം രുചിച്ചു കഴിഞ്ഞാൽ വീണ്ടും മനുഷ്യരെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ആ ബെയറിനെ കൊല്ലുന്നതും അവശിഷ്ടങ്ങൾ പിന്നീട് അവർ റിക്കവർ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യുന്നത്. തുടർന്ന് 2005 ഈ ഹോൾ ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ട് വേർണർ ഹെർസോഗ് എന്ന ഡയറക്ടർ ഗ്രിസ്ലി മാൻ എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. ഈ ഡോക്യുമെന്ററിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിമോത്തി തന്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത എല്ലാ വിഷ്വൽസും ഈ ഡോക്യുമെന്ററിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ വിഷ്വൽസും ആ ഡോക്യുമെന്ററിയിലെ ചെറിയ ചെറിയ കട്ടിങ്സ് ആണ്. അപ്പോൾ ഹൈലി റെക്കമെൻഡ് ദാറ്റ് ഡോക്യുമെന്ററി. വളരെ നൈസായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്ററിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നെറ്റിൽ അത് കാണാൻ പറ്റുമെങ്കിൽ യു ഷുഡ്. അതുപോലെ തന്നെ ഗായ്സ്, നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഹൈലി റെക്കമെൻഡഡ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻ്റ് ആയിട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ആയിട്ട് പറയുക. വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.